പോയി ഫണ്ട്സ് കൂപ്പിട്ട് വാ. ഈശ്വരാ, എന്തെങ്കിലും എവിടെ പോയി ഇവന്മാരൊക്കെ? മുട്ടായി വരാം. வாங்க ரைட் 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 லெஃப்ட்ல திருப்புங்க ரைட் ரைட் வாங்க ரைட் வாங்க கோல்டன் கோல்டன் என்ன இது? பைப்பு. எதுக்கு? இந்த தெருவுக்கு தண்ணி வரப்போகுது. இங்க? ஆமா. தெய்வமே, இத்தனை வெட்டணும். ஏய், பைப்பு வந்தாச்சு. ஏய், பைப்பு 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 வந்தாச்சு. பைப்பு? பைப்பு வந்தாச்சு. எழுதுடா, நம்ம தெருவுல பைப்பு வந்துருச்சு. நான் அப்பவே சொல்லலையே விஸ்வ சார் பெரிய ஆளு. வாங்கயா, வாங்க வாங்க வாங்க. இவ்வளவு சீக்கிரமா வரும் நான் நினைக்கவே இல்லையா? விஸ்வ சார் கூப்பிடு, சொல்லு. விஸ்வ சார், விஸ்வ சார், ஏ சோசிப்பு வாயா. விஸ்வ சார் கூப்பிடுங்க. எங்கயா? എന്താണ് പുറത്തൊരു ബഹളം? അവിടെ പൈപ്പ് പൈപ്പ് നാളുകൾ വിളിച്ചു പോകുന്നു. എന്റെ പേര് വിളിച്ചു പറയുന്നുണ്ട്. നീ അവരുടെ പൈസ വാങ്ങിയിട്ട് പൈപ്പ് കൊണ്ടുവരാത്തോണ്ട് ആളുകൾ ക്ഷുഭിതരായിരിക്കുകയാണെന്ന് തോന്നുന്നു. ഓ, ഈശ്വര. പൈപ്പ് വന്നു, പൈപ്പ് വന്നു, പൈപ്പ് വന്നു. അതല്ലേ, വന്നില്ലെങ്കിൽ അത് വരുത്താൻ വേണ്ടി ഞാൻ ഓടുകയായിരുന്നു. അതെ എടാ മുകുന്ദ, എന്റെ പരിശ്രമ ഫലമായി ഇവിടെ പൈപ്പ് വന്നടാ. മനസ്സിലായടാ, നീ വരുത്തുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അറിയാമല്ലോ. വിശ്വനാഥൻ സാർ, വിശ്വനാഥൻ സാർ, വിശ്വനാഥൻ സാർ, വിശ്വനാഥൻ സാർ, വിശ്വനാഥൻ സാർ, വിശ്വനാഥൻ സാർ. അതാ നിർത്തണോ? എന്റെ എഞ്ചിനീയർ പറഞ്ഞിട്ടാണ് ഈ പൈപ്പ് കൂടി ഇറക്കിയത്. ഇനി നിന്റെ വീട്ടിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ വിശ്വസിക്കത്തില്ല. ഇത്ര നാൾ എവിടെയായിരുന്നു നിന്റെ എഞ്ചിനീയർ? നോണ പറയാൻ കവാൽ. അയാളെ വെറുതെ വിട്ടേക്കും. അങ്ങനെ വെറുതെ വിടണ്ട. എന്റെ എഞ്ചിനീയർ இங்க தண்ணி வருவதற்கு முயற்சி பண்ணின என்னோட அருமை நண்பன் விஸ்வநாதன் வாழ்க, விஸ்வநாதன் வாழ்க. നിർത്തുങ്ക. തിരുനെൽവേലി മുത്തുകൃഷ്ണൻ എന്നെ കൈയൊഴികയില്ലെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? സുഹൃത്തുക്കളെ, സുഹൃത്തുക്കളെ, എന്റെ എഞ്ചിനീയർ എന്റെ ഫ്രണ്ടിനെ കൊച്ചാക്കാൻ നോക്കണ്ട, ഞാൻ സമ്മതിക്കില്ല. നീ വന്നേ. என் அருமை நண்பர்களே, உடனடியாக இங்க தண்ணியும் வரும். எனக்கு அர்ஜென்டாக வேறொரு பொது பிரச்சனைக்காக செக்ரட்டரியேட் வரைக்கும் போனோம். அது வரைக்கும் விட பெறுகிறேன், விட பெறுகிறேன். നീ കാരണം ഈ തെരുവിൽ എനിക്കൊരു പേരായി. ഇതൊക്കെ എത്രയോ ചെറിയ കാര്യം. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ആളുകളൊക്കെ കണ്ണ് തള്ളിയിരിക്കുക. നീ എന്റെ അടുത്ത് വരാൻ എന്റെ ഇത്ര വൈകിയത് ധർമ്മ സംസ്ഥാപനാർത്ഥായാം സംഭവാമി യുഗേ യുഗേ. അതാണ്. നിനക്ക് എന്റെ പേരിൽ ഒരു അഭിമാനം തോന്നുന്നുണ്ടല്ലേ? എന്നാ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ? എനിക്ക് വേണ്ടി നീ ഒരു എസ്ഐയുടെ മകനായിട്ട് അഭിനയിക്കണം. അല്ലാതെ നിവൃത്തിയില്ല. എനിക്കൊരുത്തൻ കുറച്ച് രൂപ തരാനുണ്ട്. സത്യത്തിൽ അത് വാങ്ങിക്കാൻ കൂടിയാണ് ഞാനിവിടെ വന്നത്. എന്നിട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവൻ ആളല്പം പിരിലൂസ. ഞാൻ രൂപ കൊടുത്തത് അവനിപ്പോ ഓർമ്മയില്ലത്രേ. ഒടുവിൽ നിവൃത്തിയില്ലാതെ വന്നപ്പോ ഞാൻ അവന്റെ മർമ്മത്തിൽ കയറി അങ്ങ് പിടിച്ചു. എന്ന് വെച്ചാൽ അവന് ഈ ലോകത്ത് ഒരേ ഒരു പേടി പോലീസുകാരെയാണ്.
ഞാൻ അവനോട് പറഞ്ഞു ഇവിടുത്തെ എസ് ഐയുടെ അടുത്ത് ഒരു കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ്, കാശ് തന്നില്ലെങ്കിൽ പിടിച്ചകത്താക്കുമെന്ന്. അവൻ വരണ്ടു. അപ്പോ നീ ഇവിടുത്തെ എസ് ഐയുടെ അടുത്ത് കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലല്ലേ? അങ്ങനെ ഒരു എസ് ഐ എനിക്കിവിടെ ഇല്ലല്ലോ. അപ്പൊ ആ എസ് ഐ ആയിട്ട് ഞാൻ അഭിനയിക്കണം. എസ് ഐയുടെ മകനായിട്ട് അഭിനയിച്ചാ മതി. അച്ഛനോട് പറഞ്ഞ് കേസ് പിൻവലിപ്പിക്കണമെന്നും പറഞ്ഞ് അവൻ വരും. നിന്റെ അവൻ കാശും തരും. അത്രേ ഉള്ളൂ, ഞാൻ അഭിനയിക്കാം. നല്ലതുപോലെ ഒന്ന് വിരട്ടിയേക്കണം. ഞാന് അപ്പോ ഞാൻ ഓഫീസിൽ വിളിച്ചോണ്ട് വരാം. ഞാൻ ഓഫീസിൽ പോകാൻ റെഡി ആവട്ടെ. എത്ര മണിക്കാണ് വരാൻ പറഞ്ഞിരുന്നത്? 10:30 സാർ. ഇപ്പോഴെത്രയായി? 10:30 കഴിഞ്ഞതേ ഉള്ളൂ. നോ, 10:33. അത് ശരിയാ. ഏത് ശരി? 10:30 എന്ന് പറഞ്ഞാൽ 10:30 ആയിരിക്കണം. വെറും 3 മിനിറ്റല്ലേ സാർ? 3 മിനിറ്റിന് വിലയില്ലേ? ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടി ഒരു നഗരം കത്തി നശിക്കാൻ 1 മിനിറ്റ് മതി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. സാർ. വേറൊരു കാര്യം, കാശ് കൊടുക്കുക എന്നല്ലാതെ ഒരക്ഷരം ചോദിക്കുകയോ പറയുകയോ ചെയ്യരുത്. എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ജോലി പോയിട്ട് ജോ എന്ന് പോലും മിണ്ടരുത്. ആള് മഹാദേശക്കാരനാ. അല്ല, ഒരാഴ്ചക്കാൻ ജോലി കിട്ടും അല്ലേ സാർ? കിട്ടുമെന്ന് ഒരു തവണ പറഞ്ഞതല്ലേ. ഇനി അഥവാ ഇത്തിരി വൈകിപ്പോയാലും ഈ ഓഫീസറെ ശല്യം ചെയ്യരുത്. ഓക്കെ സാർ. സാർ, ഇതാണ് ഞാൻ പറഞ്ഞ ആള്. നമസ്കാരം. കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട് സാർ. എങ്കിൽ തന്നിട്ട് പോയിക്കോളൂ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഒരാഴ്ചക്കാവും. ഒരക്ഷരം മിണ്ടി പോരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? സോറി സാർ. വരട്ടെ. പോയിക്കോളൂ. പോലീസിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലെങ്കിൽ ഈ ജന്മത്തിൽ കാശ് കിട്ടില്ലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? അയ്യോ, മനോഹരമായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവൻ ചിലപ്പോ ഇനിയും വരും കേസ് പിൻവലിച്ചോന്ന് അറിയാൻ. മൈൻഡ് ചെയ്യണ്ട. വല്ല പിച്ചും പേയും പറഞ്ഞാൽ തന്നെ നീ ശ്രദ്ധിക്കണ്ട. വല്ല വട്ടനല്ലേ പാവം. ആ കാശ് എടുത്തപ്പോ തന്നെ ഒരു കള്ള ലക്ഷണം. നീ ശ്രദ്ധിച്ചു അല്ലേ? അതെ അതെ. അപ്പോ എനിക്കിന്നൊരു കൂടിക്കാഴ്ച ഉണ്ട്. നമുക്ക് വൈകുന്നേരം കാണാം. ഓക്കെ ഓക്കെ. പാവം, ഇത്ര ചെറുപ്പത്തിലേ വട്ടായിപ്പോയല്ലോ. കഷ്ടം.